മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ഡൈനിങ്ങിന്റെ ഒരു ഭംഗി കൂട്ടാൻ നമുക്ക് സഹായിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെന്ന് നമ്മൾ പറയുന്നത്. ഈ ഒരു ഡൈനിങ്ങിന്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മളെ മെയിൻ കോർട്ട്യാർഡും ഒന്ന് സെക്കൻഡറി കോർട്ട്യാർഡും. ഡൈനിങ്ങിന്റെ വലത്തും ഇടത്തുമായിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഡൈനിങ്ങിനോട് എക്സ്റ്റൻഡ് ആയിട്ട് നമ്മളൊരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ, ഈ ഒരു പാസിങ് കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ സമാധാനമായിട്ട് കയറി ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റെയർ നമ്മളവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീടിന്റെ സെൻട്രൽ ഫോക്കസ് ആയിട്ടുള്ള പ്രെയർ റൂം ഡൈനിങ്ങിനോട് കണക്റ്റഡ് ആണ്. പക്ഷെ അതൊന്നും ഒരിക്കലും ഡൈനിങ് ടേബിളുമായിട്ട് ഒരു കണക്റ്റഡ് ആയിട്ടുള്ള സ്പേസ് അല്ല. അത്യാവശ്യം ഭംഗി വരുന്ന അതിനെല്ലാം പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തത്. അതേപോലെ തന്നെ ബെഡ്റൂമിലേക്കുള്ള ഡോസ്, പിന്നെ നമുക്ക് ഡൈനിങ്ങിനോട് കണക്ട് ആയിട്ട് വരുന്ന ഒരു പോർഷനാണ് നമ്മൾ ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചണിൽ നമ്മൾ ഒരു സെർവിംഗ് കൗണ്ടർ കൂടെ കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം എടുത്തു വെക്കാനും അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും പറ്റുന്ന രീതിയിലായിട്ട്. പിന്നെ ഈ ഒരു ഡൈനിങ്ങിന് ഭംഗി കൂട്ടാനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടാണ് നമ്മുടെ അഡീഷണൽ ആയിട്ടുള്ള ഒരു കോർട്ട്യാർഡ്. ഈ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചത്. ഒന്ന്, ഡൈനിങ്ങിനെ കുറിച്ച് കൂടുതൽ ഭംഗി കൊണ്ടുവരിക. രണ്ട്, നമുക്ക് വാഷ് ബേസിൻ ഏരിയ അത്യാവശ്യം നല്ല പ്രൈവസി ആയിട്ട് ഈ ഒരു ഡൈനിങ്ങിന് മെയിൻറ്റെയിൻ ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസ് ഇവിടെ കൊണ്ടുവന്നത്. ഈ രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡൈനിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്.